പൊതുജനാഭിപ്രായവും നിർദ്ദേശവും സ്വരൂപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനകീയ പ്രകടന പത്രികയ്ക്ക് രൂപം നൽകാൻ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. LDF സർക്കാർ നടപ്പാക്കിയ വികസന ക്ഷേമ പദ്ധതികൾ പ്രാദേശിക തലത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ സാധ്യമാക്കി. കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടെ ത്രിതല പഞ്ചായത്തുകളും കൈവരിച്ച നേട്ടങ്ങളോടൊപ്പം കൂടുതൽ ക്രിയാത്മക ഭാവി പ്രതീക്ഷിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങുന്ന ജനകീയ പ്രകടന പത്രിക LDF അവതരിപ്പിക്കും. കോർപ്പറേഷൻ പരിധിയിലെ 101 വാർഡ് കേന്ദ്രത്തിലും വിവിധ കേന്ദ്രങ്ങളിലും നാളെ മുതൽ ആശയപ്പെട്ടികൾ വയ്ക്കും. നാളെ മുതൽ 7-ാം തീയതി വരെ പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ എഴുതിയിടാം. ഇമെയിൽ, വാട്സ്ആപ്പ് വഴിയും നിർദ്ദേശങ്ങൾ അറിയിക്കാൻ കഴിയും. നിർദ്ദേശങ്ങൾ സമാഹരിച്ച് പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം കൊടുക്കാൻ മുഴുവൻ തദ്ദേശ തലങ്ങളിലും പ്രത്യേക സമിതികൾക്ക് നേതൃത്വം നൽകും. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലും പിന്നീട് മറ്റിടങ്ങളിലും പദ്ധതി വ്യാപിപ്പിക്കാനാണ് തീരുമാനം. മുന്നോടിയായി കോർപ്പറേഷനിലെ 101 വാർഡുകളിലും വാർഡ് കേന്ദ്രങ്ങളിലും വായനശാലകൾ, ഗ്രന്ഥശാലകൾ, പൊതുസ്ഥലങ്ങൾ ഇവിടങ്ങളിലെല്ലാം 2-ാം തീയതി മുതൽ 7-ാം തീയതി വരെ ഐഡിയ ബോക്സ് എന്ന നിലയിൽ ഒരു ബോക്സ് ഞങ്ങൾ സ്ഥാപിക്കുകയാണ്. ഓരോ വാർഡിനെയും സംബന്ധിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഈ ബോക്സിനകത്ത് എഴുതിയിട്ടാൽ പ്രകടന പത്രിക തയ്യാറാക്കുമ്പോൾ അതുകൂടി ചേർത്ത് ഞങ്ങൾ വളരെ വിപുലമായിട്ടുള്ള, ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രകടന പത്രിക തയ്യാറാക്കും. സ്ഥാനാർത്ഥി നിർണയം നമുക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് LDF ചർച്ചകളെല്ലാം പൂർത്തീകരിച്ചു വരികയാണ്.